ഇപ്പോൾ PV അൻവർ കൂടെ നമ്മളോടൊപ്പം ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. PV അൻവർ, എന്താണ് മലപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ ട്വിസ്റ്റുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് അൻവർ ഇഫക്റ്റ് അവിടെ നടക്കുന്നു എന്നാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അൻവർ എഫക്റ്റ് അല്ല, അത് പിണറായിസത്തിന്റെ എഫക്റ്റ് ആണ്. പിണറായിസത്തിന്റെ റിഫ്ലക്ഷൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള കാലം വരാൻ പോവുകയാണ്. കാരണം പിണറായിസത്തോടാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള മടുപ്പ്. ആ മടുപ്പിന്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് മറുഭാഗത്തുള്ള ഉത്തരവാദിത്തപ്പെട്ടവരും ജനങ്ങളും ആ ഭാഗത്തുനിന്ന് വിട്ട് മറുഭാഗത്തെത്തും. അതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്ന ചുങ്കത്തറ പഞ്ചായത്തിനും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ അവിടെ മുഴുവൻ ഈ ഒരു അവിശ്വാസ പ്രമേയത്തിന് ശേഷം വലിയ തരത്തിലൊരു ഭീഷണികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതിലെന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ഭീഷണി അങ്ങോട്ടില്ലല്ലോ. ഇപ്പൊ ഏരിയ സെക്രട്ടറി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാ? ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ അങ്ങോട്ടും തിരിച്ചാക്രമിക്കും. അത് ഭീഷണിയല്ലല്ലോ, അതൊരു മനുഷ്യ സഹജമായ ഒരു റിയാക്ഷൻ അല്ലേ. ഭീഷണി എങ്ങനെയാ പറയാ? ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കും. അതെങ്ങനെയാ ഭീഷണിയാവുന്ന? നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ ഞങ്ങളെ തല്ലുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും പറയോ? അത്രയും കണ്ടാ മതി അതിനെ. ഈ ഏരിയ സെക്രട്ടറി പെട്ടെന്ന് കൂറുമാറിയത് കൊണ്ട്, ഈ ഏരിയ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കൂറുമാറിയത് കൊണ്ട് അതിന്റെ ഒരു പ്രതിഷേധമാണ് അറിയിച്ചത്, അല്ലാതെ ഭീഷണി അല്ല എന്നാണ്. അതെങ്ങനെ കൂറുമാറാനുള്ള അവകാശം ഇന്ത്യ രാജ്യത്തിന് ജനാധിപത്യ ഭരണഘടനയിൽ അവകാശമുണ്ടല്ലോ. ഇവിടെ പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 157 എന്താ പറയുന്നത്? കൂറുമാറാനുള്ള അധികാരം പഞ്ചായത്ത് മെമ്പർക്കുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ള മെമ്പറുടെ അവകാശമാണ്. അതിനെന്തിനു ഭീഷണിപ്പെടുത്തുന്നു, കൊലവിളി നടത്തുന്നു? ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ മലപ്പുറത്തിന്റെ ഒരു ക്ലിയർ ചീറ്റ് എങ്ങനെയായിരിക്കും? അതൊന്നും പറയാറായിട്ടില്ല. ജനങ്ങൾ ഈ പിണറായിസത്തിനെതിരാണ്. അതിന്റെ തെളിവുകൾ സൂചനകളുമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്നത്. നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 397 വോട്ടിന്റെ ലീഡിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. കഴിഞ്ഞ തവണ 62 വോട്ടാണ് അവിടെ ലീഡ് UDFന്. അതിൽ നിന്നാണ് 397 ഉയരുന്ന ഒരു വാർഡിലാണ്. CPMന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ഈ പറയുന്ന ഞങ്ങളുടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് രാഷ്ട്രീയ ചിത്രം. എന്റെ മെക്കെട്ടേറാൻ വന്നിട്ട് കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.